ആയിരക്കണക്കിന് മൈലുകൾ അകലെ, അതായത് ഭൂമിശാസ്ത്രപരമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചിരുന്ന രണ്ടു കൂട്ടർ, പുരാതന ഗ്രീക്കുകാരും പിന്നെ അമേരിക്കയിലെ കിയോവ ഗോത്രക്കാരും, ഇവർ ആകാശത്തേക്ക് നോക്കി ഒരേ നക്ഷത്രങ്ങളെ കണ്ട് കൃത്യമായി ഒരേ കഥ മെനഞ്ഞൂന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ്. അതെ, വളരെ രസകരമായ ഒരു വിഷയമാണിത്. അതായത് ഭൂമിയിൽ നിന്ന് 444 പ്രകാശവർഷം അകലെയുള്ള പ്ലിയാഡിസ് അല്ലെങ്കിൽ 7 സിസ്റ്റേഴ്സ് എന്ന നക്ഷത്ര സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കറക്റ്റ്. മനുഷ്യചരിത്രത്തിൽ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പഴയ ഭൂപടമായി കണക്കാക്കപ്പെടുന്ന BC 1600-ൽ വെങ്കലത്തിൽ തീർത്ത നെബ്രാ സ്കൈഡിസ്കിൽ വരെ ഈ നക്ഷത്രങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ പ്ലിയാഡിസിനെക്കുറിച്ച് അതിശയകരമാം വിധം സമാനമായ കഥകളുണ്ടായത് വെറും യാദൃശികമല്ല എന്നാണ് എന്റെ വാദം. മറിച്ച് മനുഷ്യന്റെ സഹജവും സാർവത്രികവുമായ ഒരു മാനസിക ഘടനയുടെ തെളിവാണിത്. ആ നിഗമനത്തിലേക്ക് എത്തുന്നതിനു മുൻപ് ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്റെ പക്ഷം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സാർവത്രിക മാനസിക ഘടനയുടെയോ നിഗൂഢമായ ടെലിപ്പതിയുടെയോ ഒന്നും ഫലമല്ല. മനുഷ്യന്റെ തലച്ചോറ് ദൃശ്യങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം മാത്രമാണിത്. അപ്പോ ഈ കഥകളിലെ സാമ്യം കേവലം പാറ്റേണുകൾക്കപ്പുറമാണെന്ന് ഞാൻ പറയും. കാരണം പുരാതന ഗ്രീക്ക് ഇതിഹാസത്തിൽ ടൈറ്റൻ അറ്റ്ലസിന്റെ 7 പെൺമക്കളെ വേട്ടക്കാരനായ ഒറയോൺ പിന്തുടരുകയാണ്. അതെ, ഗ്രീക്ക് മിത്തോളജിയിലെ പ്രശസ്തമായ കഥയാണത്. സമുദ്രങ്ങൾക്കപ്പുറം അമേരിക്കയിലെ കിയോവ ഗോത്രത്തിന്റെ കഥയിലോ അവിടെയും 7 സഹോദരിമാരെ കൂറ്റൻ കരടികൾ പിന്തുടരുന്നു. 2 കഥകളിലും അവർക്ക് നേരെ വരുന്ന വലിയൊരു ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പെട്ടെന്നൊരു ദൈവികമായ ഇടപെടലുണ്ടാകുന്നു. ലോകത്തിന്റെ ഏത് കോണിലായാലും തങ്ങളുടെ അതിജീവന ഭയങ്ങളെയും വിശ്വാസങ്ങളെയും ഒരേ അച്ചിൽ വാർത്തെടുത്തതുപോലെ കഥകളിലൂടെ ആകാശത്തേക്ക് സങ്കൽപ്പിക്കുന്ന രീതി തികച്ചും സാർവത്രികമാണ്. ഒരു മിനിറ്റ്, ആ ഭയവും അതിജീവനവും അവർ ജീവിച്ചിരുന്ന ചുറ്റുപാടുകളിലെ വാസ്തവങ്ങളാണ് അല്ലേ? അതായത് പ്ലിയാഡിസ് നക്ഷത്രങ്ങൾ ആകാശത്ത് വളരെ അടുത്ത് തിങ്ങി നിൽക്കുന്ന ഒരു കൂട്ടമായാണ് കാണപ്പെടുന്നത്. ഏകദേശം 1,00,000 വർഷങ്ങൾക്ക് മുൻപ് സ്റ്റെല്ലാർ ഡ്രിഫ്റ്റ് കാരണം ഈ നക്ഷത്രങ്ങൾ ഇന്നത്തേക്കാൾ കൂടുതൽ അടുത്തായിരുന്നു. ഇരുട്ടിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഈ നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുമിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ദുർബലരായ മനുഷ്യരെ ഓർമ്മ വരുന്നത് നമ്മുടെ തലച്ചോറിന്റെ സ്വാഭാവികമായ പ്രതികരണമാണ്. അർത്ഥമില്ലാത്ത ദൃശ്യങ്ങളിൽ നിന്ന് പാറ്റേണുകൾ കണ്ടെത്തുന്ന പറയിഡോലിയ എന്ന മനഃശാസ്ത്ര പ്രതിഭാസമാണിത്. ഗ്രീക്കുകാർ ആകാശത്ത് പ്ലിയാഡിസിന് തൊട്ടടുത്തുള്ള ഒറയോൺ നക്ഷത്ര സമൂഹത്തെ വേട്ടക്കാരനായി സങ്കൽപ്പിച്ചു. കിയോവ ഗോത്രക്കാർ അവരുടെ കാടുകളിലെ ഏറ്റവും വലിയ ഭീഷണിയായ കരടിയെയും ആ സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നു. ഒരേ ദൃശ്യം കാണുമ്പോൾ സമാനമായ വ്യാഖ്യാനം നൽകിയെന്നല്ലാതെ അവിടെ സാർവത്രികമായ കഥാകഥന രീതിയൊന്നുമില്ല. ശരി, കഥയുടെ പശ്ചാത്തലം അങ്ങനെ വ്യാഖ്യാനിച്ചാൽ പോലും കഥയുടെ ക്ലൈമാക്സിലെ സമാനതകൾ എങ്ങനെ വിശദീകരിക്കും? ലോകത്തിന്റെ 2 കോണുകളിലിരുന്ന് 2 പ്രോഗ്രാമർമാർ യാതൊരു ആശയവിനിമയവും നടത്താതെ കൃത്യമായി ഒരേ കോഡ് എഴുതുന്നതുപോലെയാണിത്. അല്ല, എനിക്ക് തോന്നുന്നത് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. അതെന്താ? ഗ്രീക്ക് കഥയിൽ സിയൂസ് ആ സഹോദരിമാരോട് സഹതപ്പിച്ച് അവരെ പ്രാവുകളാക്കി മാറ്റി നക്ഷത്രങ്ങളാക്കുന്നു. കിയോവ കഥയിലോ അവരെ രക്ഷിക്കാൻ വലിയ ആത്മാക്കൾ അവർ നിൽക്കുന്ന ഭൂമി മുകളിലേക്ക് ഉയർത്തുന്നു. വ്യാമിങ്ങിലെ ഡെവിൽസ് ടവർ അഥവാ മാറ്റിയോ ടപ്പെ എന്ന ആ കൂറ്റൻ പാറക്കെട്ട് അങ്ങനെയാണ് ഉണ്ടായതെന്നാണ് അവരുടെ വിശ്വാസം. ഭയത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ, ദൈവീകമായ സഹായം എന്നീ പ്രമേയങ്ങളും ഘടനയും ഇത്ര കൃത്യമായി ആവർത്തിക്കപ്പെടുന്നത് വെറും യാദൃശ്ചികതയാണോ? തീർച്ചയായും. കാരണം അവർ രണ്ടുപേരും ആശയവിനിമയം നടത്താതെ ഒരേ കോഡ് എഴുതുകയല്ല, മറിച്ച് രണ്ടുപേരും ഒരേ മോണിറ്ററിലേക്ക് നോക്കിയിരുന്ന് അവരുടെ സ്വന്തം ചുറ്റുപാടുകൾക്കനുസരിച്ച് കഥ മെനയുകയാണ്. ഒരേ മോണിറ്റർ എന്ന് പറയുന്നത് ആകാശത്തെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ. കിയോവ ഗോത്രത്തിന് അവരുടെ മുന്നിലുള്ള അതിശയകരമായ ഭൗമശാസ്ത്ര പ്രതിഭാസമായ ഡെവിൽസ് ടവറിന്റെ രൂപീകരണത്തെ വിശദീകരിക്കണമായിരുന്നു. അതിലെ ലംബമായ വിടവുകൾ കണ്ടാൽ ഭീമാകാരനായൊരു കരടി മാന്തിയതുപോലെ തോന്നും. അതൊരു നല്ല പോയിന്റാണ്. നക്ഷത്രങ്ങൾ ഒരുമിച്ചു നിൽക്കുന്ന ആകാശക്കാഴ്ചയും ഡെവിൽസ് ടവറും തമ്മിൽ അവർ കൂട്ടിച്ചേർത്തു. അതായത് ബാഹ്യമായ ദൃശ്യങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങളും ഒന്നുതന്നെ ആയതുകൊണ്ട് കഥകളിൽ ആ ഘടനാപരമായ സമാനതകൾ തോന്നുന്നതാണ്. ഇതൊരു അലൗകികമായ അത്ഭുതമല്ല, മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രായോഗികതയാണ്.
പ്രായോഗികത മാത്രമല്ല, അത് മനുഷ്യന്റെ ഉപബോധ മനസ്സിന്റെ പ്രതിഫലനം കൂടിയാണ്. ഡെവിൾസ് ടവർ പോലെ ഭൂമിയിലുള്ളൊരു കാര്യത്തെ വിശദീകരിക്കാൻ അവർക്ക് വേണമെങ്കിൽ ഭൂമിയിൽ തന്നെയുള്ള മറ്റൊരു കഥയുണ്ടാക്കാമായിരുന്നില്ലേ? വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അവർ അതിനെ ആകാശത്തെ നക്ഷത്രങ്ങളിലേക്ക് തന്നെ ബന്ധിപ്പിച്ചു. സുരക്ഷിതമായ ഒരു അഭയസ്ഥാനമായി അവർ ആകാശത്തെ കണ്ടു. അവിടെയാണ് മനുഷ്യന്റെ മാനസിക ഘടനയുടെ പങ്ക് വ്യക്തമാകുന്നത്. കഥാപാത്രങ്ങൾ മാറിയേക്കാം, പക്ഷേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുൻപിൽ മനുഷ്യൻ അഭയം പ്രാപിക്കുന്നത് ഒരേ വൈകാരിക തലങ്ങളിലാണ്. ശരിക്കും പറഞ്ഞാൽ ആകാശമെന്നത് മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്തൊരിടമായതുകൊണ്ടാണ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കെല്ലാം അവിടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചത്. പ്ലിയാഡിസ് നക്ഷത്ര സമൂഹത്തെക്കുറിച്ചുള്ള ഒരു കഥകൾ തെളിയിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിയെയും ആകാശത്തെയും നിരീക്ഷിച്ച് അതിൽ നിന്ന് പാറ്റേണുകൾ കണ്ടെത്താനുള്ള മനുഷ്യന്റെ സവിശേഷമായ കഴിവിനെയാണ്. അപ്പോ പ്ലിയാഡിസിന്റെ ഈ പുരാതന കഥകൾ മനുഷ്യന്റെ ഭാവനയുടെയും പ്രകൃതി നിരീക്ഷണത്തിന്റെയും അതിരുകളില്ലാത്ത സാധ്യതകളെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് പറയാം. നമ്മുടെ അതിജീവന ഭയങ്ങളും ഉത്കണ്ഠകളും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു മാനസിക ഘടനയിലൂടെ പുറത്തു വന്നതാണോ, അതോ തലച്ചോറിന്റെ പാറ്റേണുകൾ തിരിച്ചറിയാനുള്ള കഴിവും പ്രകൃതിയിലെ കാഴ്ചകളും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായ ശാസ്ത്രീയമായ പ്രതിഭാസമാണോ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. അതെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇരു സംസ്കാരങ്ങളും ആകാശത്തേക്ക് നോക്കി പറഞ്ഞ കഥകൾ ഇന്നും നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ നക്ഷത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ തീർച്ചയായും സഹായിക്കും. സത്യമാണ്. മനുഷ്യന്റെ കഥാകഥന രീതിയാണോ യാദൃച്ഛികതയാണോ ശരിയെന്ന് ഈ തെളിവുകൾ വെച്ച് ശ്രോതാക്കൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. ഒപ്പം നിന്നതിന് നന്ദി.